സ്ത്രീ ശാക്തീകരണത്തിനും പ്രകൃതി സൗഹൃദ മൊബിലിറ്റിക്കും ഊന്നൽ നൽകിയുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ ബജറ്റ് ഇന്ന് 2024-25 സാമ്പത്തിക വർഷത്തെ ഇടക്കാല ബജറ്റായിരിക്കും ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുക. പണപ്പെരുപ്പും പിടിച്ചു നിർത്തുന്നതിനും ഉൽപാദന വർധനവിനും ആക്കം കൂട്ടുന്ന സമഗ്ര നിർദ്ദേശങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് സൂചന. പശ്ചാത്തല വികസനം, മൂലധന ചെലവ് എന്നിവയിലും വലിയ മുന്നേറ്റങ്ങൾ ലക്ഷ്യം വെക്കുന്നതാണ് ബജറ്റ്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും ആതിര, പശ്ചാത്തല വികസനവും അതുപോലെ തന്നെ പ്രകൃതി സൗഹൃദ ഇന്ധനം, അതായത് ഇലക്ട്രിക് മൊബിലിറ്റി എന്നിവയെല്ലാം തന്നെ ഊന്നൽ നൽകുന്ന ഒരു ബജറ്റായിരിക്കും അവതരിപ്പിക്കപ്പെടുക എന്ന് വളരെ കൃത്യമായി തന്നെ ഇന്നലെ നരേന്ദ്രമോദി തന്നെ വ്യക്തമാക്കിയിരുന്നു. സ്ത്രീ ശാക്തീകരണത്തിന് പ്രത്യേക ഊന്നൽ നൽകുന്ന ബജറ്റായിരിക്കും ഉണ്ടാവുക എന്നും വളരെ കൃത്യമായി നരേന്ദ്രമോദി ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പ്രധാനമായും എടുത്തു പറയേണ്ടത് സ്ത്രീ ശാക്തീകരണ ആവശ്യത്തിനായി എങ്ങനെയാണ് സ്ത്രീകളുടെ ശാക്തീകരണം സാധ്യമാകേണ്ടത് എന്ന് സംബന്ധിച്ച ഒരു വിശദമായ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പദ്ധതികളെല്ലാം തന്നെ യാഥാർത്ഥ്യവൽക്കരിക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ MGNREG, അതായത് തൊഴിലുറപ്പ് പദ്ധതി, അതുപോലുള്ള പദ്ധതികളിലൂടെ സ്ത്രീകളുടെ തൊഴിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും ആ തൊഴിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതോടുകൂടി അവർക്ക് സ്കിൽ ഡെവലപ്മെൻറ്റ് പരിശീലനം നൽകുക, അത്തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ സ്ത്രീകളെ കൂടുതൽ കാര്യക്ഷമമായി ജോലി ചെയ്യാൻ സാധ്യമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക. നിലവിൽ പകുതി മാത്രം, അതായത് ഭാരതത്തിൻ്റെ സ്ത്രീകളുടെ വർക്ക് ഫോഴ്സിൻ്റെ സ്ത്രീകളുടെ എണ്ണത്തിൻ്റെ പകുതി മാത്രമാണ് അവർ ജോലി ചെയ്യുന്നവരായുള്ളത്. ഈ ജോലി ചെയ്യുന്നവരായുള്ളവരുടെ ആ പകുതി മാത്രമുള്ളതിനെ ഉയർത്തി 70% എത്തിക്കുക എന്ന വ്യക്തമായ ലക്ഷ്യമാണുള്ളത്. G20 രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിലെല്ലാം തന്നെ ഈ ഒരു ലക്ഷ്യം വളരെ കൃത്യമായി വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. നമുക്കറിയാവുന്നതാണ്, മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന UN പദ്ധതികളുടെ എല്ലാം ഭാഗമായി ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായുള്ള ആലോചനകളും അതുപോലെ തന്നെ ചില നിർദ്ദേശങ്ങളും ഇക്കാര്യത്തിൽ ഉണ്ടാകും. സ്ത്രീ സൗഹൃദ ബജറ്റായി തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ റൂറൽ ഇക്കോണമി, അതായത് ഗ്രാമീണ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് മുൻതൂക്കം നൽകുന്ന, കാർഷിക സംവിധാനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ഒരു നീക്കമുണ്ടാകും എന്നും കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ ആതിര സൂചിപ്പിച്ചതുപോലെ ഈ പ്രകൃതി സൗഹൃദ ഇലക്ട്രിക്കൽ വാഹനങ്ങളുടെ ഒരു നിര തന്നെ രാജ്യത്ത് ഒരുക്കുന്നതിനുള്ള പദ്ധതികളാണ് FAME 3 എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ FAME 3യുടെ പദ്ധതിയുടെ കൃത്യമായ ഒരു രൂപരേഖ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു രൂപരേഖ ഉണ്ടാകുന്നതോടുകൂടി 2024 10 മില്യൺ, അതായത് 10 മില്യൺ വാഹനങ്ങൾ റോഡിലിറക്കാൻ, ഇലക്ട്രിക് വാഹനങ്ങൾ റോഡിലിറക്കാൻ സാധ്യമാകുമെന്ന സൂചനയാണ് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സാധ്യത ലഭ്യമാവുകയാണെങ്കിൽ, നടപ്പിലാവുകയാണെങ്കിൽ പരിസ്ഥിതി സൗഹൃദ രംഗത്ത് വൻ മുന്നേറ്റമായിരിക്കും സാധ്യമാക്കുക എന്നത് ഒരു വസ്തുത തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ പരിസ്ഥിതി സൗഹൃദ രംഗത്ത് കാര്യക്ഷമമായൊരു ഇടപെടൽ നടത്തുന്നതോടുകൂടി ആഗോള താപനം മുതലുള്ള ജീവിതത്തിൻ്റെ സാധാരണ വശങ്ങളിലേക്കും ഒരു സാമ്പത്തിക വശങ്ങളിലേക്കും സസ്റ്റൈനബിൾ എനർജിയുടെ വശങ്ങളിലേക്കും എല്ലാം തന്നെ കാര്യക്ഷമമായ ഒരു നീക്കം നടത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഉൽപ്പാദന കേന്ദ്രീകൃതമായ ഒരു സമ്പദ് വ്യവസ്ഥ യാഥാർത്ഥ്യമാക്കുന്നതോടുകൂടി പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനുള്ള നീക്കങ്ങൾ കാര്യക്ഷമമാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു വ്യക്തമായ പ്രതീക്ഷയുള്ളത് 5.9 എന്ന പണപ്പെരുപ്പ് നിരക്ക്. ഡിസംബറിൽ 5.9, അതിന് താഴെയുള്ള സാങ്കേതികമായൊരു നമ്പറാണ് വന്നിരുന്നത്, പണപ്പെരുപ്പ് നിരക്കായി കാണിച്ചിരുന്നതെങ്കിൽ അത് 4% താഴ്ത്തുക എന്നതാണ് കൃത്യമായ ലക്ഷ്യം. RBIയുടെ പഠന റിപ്പോർട്ടുകളെല്ലാം തന്നെ വരാനിരിക്കുന്ന 2024-25 സാമ്പത്തിക വർഷം RBIയുടെ പഠന റിപ്പോർട്ടുകൾ പ്രകാരം 25%, 4.8% പണപ്പെരുപ്പ് നിരക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലുള്ള സംവിധാനങ്ങളിലൂടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക, അതുവഴി പണപ്പെരുപ്പ് നിരക്ക് നിയന്ത്രിക്കുക, ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രൊഡക്ഷൻ വൈസ് ഇൻസെൻറ്റീവ്സ് ഉറപ്പാക്കുക, അത്തരത്തിലുള്ള ചില നീക്കങ്ങളെല്ലാം കൂടി സമഗ്രമായൊരു പരിഷ്കരണ നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്നതൊരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാവുന്നതാണ്, 31-ാം തീയതി സാധാരണഗതിയിൽ, അല്ലെങ്കിൽ ബജറ്റിൻ്റെ തലേദിവസം നാഷണൽ എക്കണോമിക് സർവേ പുറത്തു വരാറുണ്ട്. ഇന്ന് ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അത്തരത്തിലൊരു സർവേ പുറത്തു വന്നിട്ടില്ല. എന്തു തന്നെയായാലും ആദ്യ പാദത്തിലെ ഒരു വോട്ട് ഓൺ അക്കൗണ്ട് ആയിരിക്കും ഇന്ന് അവതരിപ്പിക്കുക എങ്കിൽ കൂടി അതിൽ കൂടെ കാര്യക്ഷമമായതും ഭാവനാസമ്പന്നവുമായ നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴുമുള്ളത്. ആതിര, ശരി, രണ്ടാം മോദി സർക്കാരിൻ്റെ അവസാന ബജറ്റാണിത് ഇന്ന് ഉണ്ടാകുക. ജനകീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കും, ഒപ്പം സ്ത്രീ ശാക്തീകരണത്തിനായിരിക്കും ഊന്നൽ നൽകുക. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.